ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണി അരിയിലേക്കുള്ള ബിരിയാണി അവിടെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വിശന്നപ്പോൾ ഞാൻ ചായയും ഒരു റസ്ക് എടുത്ത് തിന്നു. റസ്ക് വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് 1-2 ചിലപ്പോൾ ഞാൻ രാവിലെ ഇതേപോലെ എടുത്ത് മുക്കി കഴിക്കട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റസ്ക്. അങ്ങനെ ഇനി നമുക്ക് ബിരിയാണി അരിയുടെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കി തീർക്കാം. അതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ. വേറെ മല്ലിയില, സവാള, പുതിനയില അതൊന്നും എടുത്തിട്ടില്ല. ഇപ്രാവശ്യം ബിരിയാണിയിൽ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു വെള്ളത്തിലിട്ടിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം അങ്ങനത്തെ അല്ലറ ചില്ലറ മസാലകളേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആട്ടോ. എത്ര വേണേലും ഞാനിടും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ വറുക്കാനായിട്ട്. പിന്നെ ഈ പായസത്തിലായാലും എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒത്തിരി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഈ നെയ്യിൽ വറുത്തിട്ട് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടതിന് ശേഷം അതിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഓൾറെഡി നെയ്യിൽ വറുത്തിട്ട് നമ്മൾ തന്നെ കഴിക്കാനും അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണിയിലാണ് ഞാൻ കൂടുതലും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം. അത് ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ ഈ നെടുകെ കയറാനൊന്നും നിൽക്കത്തില്ല, അങ്ങനെ തന്നെ മുഴുവനോട് കൂടി ഇടും. അപ്പോൾ എൻ്റെ അടുക്കളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവുള്ളതും ഞാൻ മേടിച്ച് കൂട്ടുന്നതുമായ ചില സാധനങ്ങളിലൊന്നും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി തന്നെയാവും. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മുടെ ബിരിയാണി അവിടെ സെറ്റാക്കി തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് എടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് എടുക്കാൻ മറന്നുപോയി. അപ്പം എൻ്റെ ഈ ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ രാവിലത്തെ ഫുഡോട് കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.